Hello friends, Bits and Bytes മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്. ചാപ്റ്റർ 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻ്റെ ക്ലാസ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ക്യൂവിൻ്റെ ഡിലീഷൻ ഓപ്പറേഷനെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലർ ക്യൂവിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വിശദമായിട്ട് ലീനിയർ ക്യൂവിനെ പറ്റി പഠിക്കുകയുണ്ടായി. ലീനിയർ ക്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൽ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു റോ അല്ലെങ്കിൽ ഒരു ലൈനിലായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അതാണ് ലീനിയർ ക്യൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് 2 എൻഡാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ദ ഫ്രണ്ട് എൻഡ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ റിയർ എൻഡ്. ഓക്കെ, ഫ്രണ്ട് എൻഡും റിയർ എൻഡും മാത്രമേ ഉള്ളൂ. സോ അത് തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല. അതാണ് ഒരു ലീനിയർ ക്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അതിന് 2 എൻഡ്സ് ഉണ്ട്, റിയർ ആൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നു. ഈ 2 എൻഡും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ലീനിയർ ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലീനിയർ ക്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ മൊത്തം 9 ലൊക്കേഷൻസ് ആണുള്ളത്. 0 to 9 ലൊക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 6 ലൊക്കേഷൻസിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, ഡിലീറ്റായി പോയി. ദെൻ നെക്സ്റ്റ് 3 ലൊക്കേഷനിൽ, അതായത് 6, 7, 8 ലൊക്കേഷൻസിൽ ഡാറ്റ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് പുതിയൊരു ഡാറ്റ ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യും? 9th ലൊക്കേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അക്കോർഡിംഗ് ടു ദ ഇൻസേർഷൻ അൽഗോരിതം വെച്ചുകൊണ്ട് നമുക്ക് റിയർ എൻഡിലേക്ക് മാത്രമാണ് ഡാറ്റ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 9th ലൊക്കേഷനും ഫില്ലായെന്ന് വിചാരിക്കാം. വീണ്ടും നമ്മൾ ഒരു എലമെൻറ്റിനും കൂടി ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ക്യൂ ഓവർഫ്ലോ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. ഇത് ശരിക്കും ലീനിയർ ക്യൂവിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ്. കാരണം ആദ്യത്തെ 6 പൊസിഷൻസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ എലമെൻറ്റ്സിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നു, ക്യൂ ഓവർഫ്ലോ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ്? റിയർ എൻഡിലേക്ക് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലേക്ക് നമുക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇതാണ് ഒരു ലീനിയർ ക്യൂവിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ലിമിറ്റേഷനെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലിമിറ്റേഷനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സർക്കുലർ ക്യൂ. ഇതാണ് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്? അതായത് ഫ്രണ്ട് ആൻഡ് റിയർ എൻഡ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ലീനിയർ ക്യൂ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, റിയർ ആൻഡ് ഫ്രണ്ട് എൻഡ് തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ മൊത്തം 7 ലൊക്കേഷൻസ് ആണുള്ളത്. 0 to 7 ലൊക്കേഷൻസ് ആണുള്ളത്. അതിൽ 6 and 7 ലൊക്കേഷൻസ് ഫ്രീ ആണ്, അവിടെ എലമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഗർ എടുക്കുകയാണെങ്കിൽ 0 and 1 പൊസിഷനിലുള്ള എലമെൻറ്റ്സിന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, 0 and 1 എലമെൻറ്റ്സ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അവിടെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 25 and 13 ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മൊത്തം എത്ര ഫ്രീ ലൊക്കേഷൻസ് ഉണ്ട്? മൊത്തം 4 ഫ്രീ ലൊക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വീണ്ടും ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങോട്ടേക്കാണ് ആദ്യം ഇൻസേർട്ട് ചെയ്യുന്നത്? 6th ലൊക്കേഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, 87 എന്നിട്ടുള്ളൊരു ഡാറ്റ ഐറ്റത്തിന് നമ്മൾ 6th ഇൻസേർട്ട് ചെയ്തു. നമ്മൾ സാധാ ഇൻസേർഷൻ ഓപ്പറേഷൻ എങ്ങനെയാണോ ക്യൂവിൽ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ റിയറിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു, ദെൻ 64 എന്ന ഡാറ്റ ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യണം, 11 വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ആദ്യം നടക്കുന്ന സ്റ്റെപ്പ്? റിയറിൻ്റെ വാല്യൂ 0 വെച്ച് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, റിയറിൻ്റെ വാല്യൂ ആദ്യം തന്നെ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡാറ്റ എലമെൻ്റ് ആയിട്ടുള്ള 18 ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ വീണ്ടും നമുക്ക് അടുത്ത എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? വീണ്ടും റിയറിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സർക്കുലർ ക്യൂവിൽ ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ സർക്കുലർ ക്യൂവിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്? അതിനൊരു ഫ്രണ്ട് ആൻഡ് റിയർ എൻഡ് ഉണ്ടാകും, അവ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ലീനിയർ ക്യൂ അവ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതായത് അതിൻ്റെ ഫ്രണ്ട് എൻഡും റിയർ എൻഡും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. ഓക്കെ, അതുപോലെ തന്നെ അതിൽ എപ്പോഴും ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് റിയർ എൻഡിലേക്കായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടർ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. Until then, this is Bhagyashree signing off.